എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നൽകിയ ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ USSന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എല്ലാ ദിവസവും 7 മണിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുക, വീഡിയോസായിട്ട് വരും, അത് നിങ്ങൾ കണ്ട് പഠിച്ചിരിക്കണം എല്ലാ ദിവസവും. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ചതുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചതുരമാകുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾ അറിയണം. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ചതുരത്തിൻ്റെ എല്ലാ മൂലയിലെയും ആംഗിളുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു, ഈ ചതുരത്തിൻ്റെ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് മുഴുവനും എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇത് മുഴുവനും 90. ആ 90ൽ ഇവിടെ എന്തുണ്ട്? 75 ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വരുമെന്ന് ചോദിച്ചത് ഈ ഉള്ളിലെ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 65 ഡിഗ്രി വരും കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് ആംഗിളാണ് ഈ ചോദ്യത്തിൽ? ഈ ചോദ്യത്തിൽ ഏത് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്? AED. ഇതാ ഇവിടുത്തെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മൊത്തത്തിൽ 90 ആണ്, അതുകൊണ്ട് ഇവിടെ എത്ര വരണം? 65. ഇവിടെ 40 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വരും എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ബാക്കി ഇതാ ഇവിടുത്തെ ആംഗിൾ എത്ര വരും? 50 ഡിഗ്രി വരും. ഓക്കെയാണ്, 50 വരും. അങ്ങനെയാണെങ്കിൽ ഈയുടെ അവിടുത്തെ ആംഗിൾ നിങ്ങൾ കണ്ടുപിടിച്ചു. ഒരു ത്രികോണത്തിലെ 3 ആംഗിളൂടെ കൂട്ടി എത്ര? 180 ആണ്. അപ്പോൾ ഇവിടെ 65 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. അപ്പോൾ എത്ര ആയി? 115 ആയി. ഇപ്പോൾ ബാക്കി എത്ര വേണം? 180 ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ എത്ര വേണം? 65 ഡിഗ്രി വരണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെങ്കിൽ ആംഗിൾ AED എന്ന് പറയുന്ന ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്ര ആയിരുന്നു? 65 ഡിഗ്രി ആയിരിക്കും ഉത്തരം. അപ്പോൾ ഓപ്ഷനിൽ 65 ഡിഗ്രി നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോംവർക്ക് ചോദ്യം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് ആദ്യ ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് കാണാം. എന്തോ ചോദ്യം? കഴിഞ്ഞതുപോലെ തോന്നിപ്പോവും, പക്ഷെ അതല്ല ഈ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ചോദ്യമല്ല, കഴിഞ്ഞ ചോദ്യം റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. ഇതെന്തോ കൊടുത്തിരിക്കുന്നത്? ഇതിൽ കൊടുത്തിരിക്കുന്നത് പാരലലോഗ്രമാണ്. എന്താണ് മക്കളെ? പാരലലോഗ്രമാണ് അല്ലെങ്കിൽ സാമാന്തരികമാണ്. അപ്പോൾ സാമാന്തരികമാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെയാണ്. എന്നിട്ട് ഏത് ആംഗിളാണ് കണ്ടുപിടിക്കാൻ? ആംഗിൾ APD കണ്ടുപിടിക്കാനാണ് ചോദ്യം, അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രത്തിൻ്റെ കോണുകളുടെ പ്രത്യേകത എന്തുവാ? നിങ്ങൾക്കറിയാം. ഈ ആംഗിൾ 110 ആണെങ്കിൽ മുകളിലെ ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ മൊത്തത്തിൽ എത്രയാണ് വരേണ്ടത്? 110 വരണം. അതിലിവിടെ 60 ഉണ്ട്. അപ്പോൾ അകത്ത് എത്ര വരും മക്കളെ? ഈ ഉള്ളിലെ ആംഗിൾ എത്ര വരും? 50 ഡിഗ്രി വരും. ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് ആംഗിൾ, എതിർ കോണുകൾ എങ്ങനെയാണ്? തുല്യമാണ്. ഏത് കേസിൽ? പാരലലോഗ്രം അല്ലെങ്കിൽ സാമാന്തരികം. അപ്പോൾ ചോദ്യം വായിച്ചു നോക്കണം. റെക്റ്റാങ്കിൾ ആണോ പാരലലോഗ്രം ആണോ എന്നൊക്കെ വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ 110, ഇവിടെയും 110. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ വേറൊരു കണ്ടീഷനോട് അറിയാം. ഇവിടെ 110 വന്നാൽ ഇവിടെ ടോട്ടൽ എത്ര വരണം? അടുത്തടുത്ത ആംഗിൾ എത്രയായിരിക്കും? അടുത്തടുത്ത് വരുന്ന ആംഗിളുകൾ എന്താ പ്രത്യേകത? 180 ആയിരിക്കും. ആ 180ൽ ഇവിടെ എത്രയുണ്ട്? 30 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 110 ഉണ്ട്. അപ്പോൾ എത്രയായി? 140 ആയി. അപ്പോൾ ബാക്കി എത്ര വരും? ഈ അകത്ത് നിങ്ങൾക്കറിയാം 40 ഡിഗ്രി അകത്ത് വരും. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പറ, ഇവിടെ 50 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ APD എത്ര? സംശയമൊന്നും വേണ്ട. ആംഗിൾ APD എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ത്രികോണത്തിൻ്റെ 3 കോണും കൂടെ കൂട്ടി എത്ര? 180. അവിടെ ഇവിടെ 50ഉം 40ഉം 90. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? ആംഗിൾ APD എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ആ ആംഗിൾ APD എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻസറിലെ ഓപ്ഷനിൽ 90 ഡിഗ്രി പോയി നോക്കിയാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. ഞാൻ ഓപ്ഷനിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. USS എക്സാമിന് വേണ്ടി ഉത്തരം ചെയ്ത് കൃത്യതയോടെ കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ നോക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിപ്പിക്കുകയാണ്. നിങ്ങളെ പഠിപ്പിച്ചെടുക്കുകയാണ് ഞാൻ. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും കറക്കി കുത്തുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളും അങ്ങനെ ആവുക. നല്ല മിടുക്കരായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ അറിയുമ്പോൾ ഉത്തരം കിട്ടും. അങ്ങനെയാണ് ഇന്ന് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് പോകാം. ആംഗിൾ APD എന്ന് പറയുന്നതാണ്. ഈ APD എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിളാണ്? ഇക്വിലാറ്ററൽ, സമഭുജ ത്രികോണമാണ് എങ്കിൽ
അതോടൊപ്പം ഈ വലിയ പടം ഒരു പാരലലോഗ്രാം, സമാന്തരികമാണ്. ഈ വലിയ പടം എന്ന് പറയുന്ന ഒരു സമാന്തരികമാണ്. ആംഗിൾ ആംഗിൾ ബി 100 ഡിഗ്രിയാണ്. ആംഗിൾ പി ഡി സി എത്ര എന്നാണ് ചോദ്യം. പി ഡി സി ഇതാ ഈ ആംഗിളാണ് ചെയ്യേണ്ടത്, തെറ്റിപ്പോരുത്. ആംഗിൾ പി ഡി സി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉത്തരം കണ്ടെത്തി കമൻറ്റ് സെക്ഷനിൽ പറയുക. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഉത്തരം പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉത്തരവും മറ്റു ചോദ്യങ്ങളും പഠിക്കാം. താങ്ക് യു.